സ്നേഹത്തണലായി സഞ്ജു സാംസൺ. സ്നേഹസമൂഹം ഏറ്റവും ഭയത്തോടെ കാണേണ്ട വാക്ക് ലാഭമാണെന്ന് തോന്നുന്നു. ഭൂമിയിലെ ഏറ്റവും സ്നേഹരഹിതമായ വാക്ക് ലാഭമാണെന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട്. നനവുള്ള മനുഷ്യൻ കൊടുത്തത് പോരാ എന്ന് ചിന്തിക്കുന്നു. അത് ധനമായാലും സ്നേഹമായാലും കരുതലായാലും വരണ്ടുപോയ മനുഷ്യർ കിട്ടിയത് പോരാ എന്നു മാത്രം ആകുലപ്പെടുന്നു. മരുന്നിനെ സേവിക്കാൻ പാകത്തിനാവുക എന്ന പങ്കാണ് കൃത്യമായ കവിത നിർവഹിക്കുന്നത്. കണക്ക് പോലെയല്ല, കവിത പോലെ ജീവിക്കുക എന്നാണ് മഹാത്മാ പറഞ്ഞിട്ടുള്ളത്. കേവലമായ വിഷയത്തിൻ്റെ കാര്യമല്ലിത്, മറിച്ച് ലാഭമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നത് കൂടിയാണ് കവിത. അത്തരമൊരു കാര്യം ചെയ്യുകയാണ് മലയാളിയായ ലോകപ്രശസ്ത ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സ്വന്തമായി ഒരു വീട് എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ സാമ്പത്തിക പരാധീനതകൾ മൂലം ആ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നവർ നിരവധിയാണ്. അത്തരമൊരു സാഹചര്യത്തിലായിരുന്നു കണ്ണൂർ രൂപതയിലെ മടക്കാംപോയിൽ ഹോളി ഇൻഫന്റ് മേരി ഇടവകയിലെ കൂലിപ്പണിക്കാരനായ ബേബിയും ഹരിതകർമ്മസേന തൊഴിലാളിയായ സുജനയും. ഈ ദമ്പതിമാരുടെയും ഇവരുടെ 2 മക്കളുടെയും ചിരകാല സ്വപ്നത്തിലേക്കായിരുന്നു പ്രതീക്ഷയുടെയും സാന്ത്വനത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമായാണ് ഇടവക വികാരി ഫാദർ ജോണി പുത്തൻവീട്ടിൻ്റെ ഇടപെടലിലൂടെ ലോകപ്രശസ്ത ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റെ കടന്നുവരവ്. 2025 ജൂലൈ മാസം തൻ്റെ ഇടവകയിലെ ഭവന സന്ദർശനം നടത്തുന്ന വേളയിൽ വികാരി ഫാദർ ജോണിയാണ് സാമ്പത്തിക ഭദ്രത തീരെയില്ലാത്ത ഈ കുടുംബത്തിൻ്റെ ശോചനീയ അവസ്ഥ മനസ്സിലാക്കുന്നതും തൻ്റെ ഇടവക അംഗങ്ങളുമായി ആലോചിച്ച് മാതൃവേദി, പിതൃവേദി സംഘടനകളും ഇടവക മക്കളും ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റേഴ്സും ചേർന്ന് സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മുറിയും വരാന്തയും ഷീറ്റിട്ട് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇവരുടെ കഠിന പരിശ്രമത്തിലൂടെയും ക്ഷീണ പ്രയത്നത്തിലൂടെയും ഉപയോഗയോഗ്യമാക്കിയ ആ മുറിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തതിനാലാണ് ഫാദർ ജോണി തൻ്റെ അടുത്ത സുഹൃത്തായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെയും കുടുംബത്തെയും അറിയിക്കുന്നത്. ബേബിയുടെ കുടുംബം സഞ്ജുവിന് തങ്ങളുടെ സ്ഥിതി വിശദമാക്കിക്കൊണ്ട് കത്തെഴുതിയപ്പോൾ വീട് പൂർത്തിയാക്കാനുള്ള മുഴുവൻ ധനസഹായം നൽകാമെന്ന് സഞ്ജു വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒതുങ്ങിയത് മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഭവനത്തിന് കൂടുതൽ മുറികൾ ഉണ്ടാക്കി പണി പൂർത്തിയാക്കുകയും പമ്പിംഗ്, വയറിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി നൽകുകയും ചെയ്തു. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി സഞ്ജു സാംസണും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുമായി ചേർന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ രൂപീകരിച്ച ട്രസ്റ്റിലൂടെ 4.5 ലക്ഷം രൂപ നൽകിയാണ് ഈ ഭവനത്തിൻ്റെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ചത്. മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ അവരുടെ വഴിവിളക്കാകാൻ സാധിക്കൂ എന്നത് സഞ്ജു സാംസന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണ്. ജീവിതത്തിൽ വഴിമുട്ടി നിന്ന ആ കുടുംബത്തിന് പ്രത്യാശ പകർന്നുകൊണ്ട് കൂട്ടായി നിന്നത് ഫാദർ ജോണിയായിരുന്നു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായ സാംസൺ ബേബി സുജന ദമ്പതിമാരുടെയും മക്കളുടെയും ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ഉപകരണമാവുകയായിരുന്നു. ജീവിതയാത്രയിൽ തളർന്നു വീഴുന്നവന് ഒരു കൈത്താങ്ങാകാൻ, ഏകാന്തതയിൽ ഒന്നുകൂടെ നടക്കാൻ ധൈര്യം പകരാൻ ഒരാളുണ്ടെങ്കിൽ ജീവിതം എത്രയോ ശ്രേഷ്ഠം, ധന്യം. തങ്ങളുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ച ആനന്ദ നിർവൃതിയിൽ ആയിരുന്ന ബേബി സുജന ദമ്പതിമാരുടെയും മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന കാവൽ മാലാഖയാണ് സഞ്ജു സാംസൺ. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇക്കാലത്ത് സഹജീവി സേവനത്തിൻ്റെ ഉദാത്ത മാതൃകയാവുകയാണ് ഈ ശ്രേഷ്ഠ വ്യക്തിത്വം. പണം കൊണ്ട് മാത്രമല്ല, വലിയൊരു മനസ്സുകൊണ്ടും കൂടിയാണ് ഇദ്ദേഹം ഈ കുടുംബത്തിന് തണൽ ഒരുക്കിയത്. ഭവനം പൂർത്തിയാക്കി നൽകിയതോടൊപ്പം അവരെ വീഡിയോ കോളിൽ വിളിച്ച് സന്തോഷകരമായി ജീവിക്കണമെന്ന് അറിയിക്കുകയും സഞ്ജു ചെയ്തു. ഇനിയും നിരവധി പേരെ ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്താൻ ഇവർക്ക് സാധിക്കട്ടെ. ഇവരുടെ പ്രവൃത്തി മറ്റുള്ളവർക്കും വരും കാലങ്ങളിൽ പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല.